ഇത് നമ്മള് നമ്മുടെ ഖുറാനിലെ ഓരോ ആയത്തുകളെ നമ്മുടെ പ്രകൃതി അതിനെ വേണ്ട വിധത്തിലുള്ള വ്യാഖ്യാനം അതാണ് ഇതിന് നടക്കുന്നത്. കറക്റ്റായിട്ട് നമ്മളത് ഇങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. അതായത് സിബാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആ ചായ ആ ഒരു നമ്മുടെ ഖുറാനിൽ തന്നെ ഒരുപാട് സാദൃശ്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഇത് പക്ഷെ ഇത് അത്രയും മനസ്സിലാക്കാൻ എളുപ്പമല്ല. എനിക്ക് വളരെ ഓതുമ്പോ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് സിബ എന്ന് പറയുന്ന ആ ആയത്ത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു, എന്തായിരിക്കും അള്ളാഹുവിന്റെ വർണ്ണം എന്ന് പറയുന്നത്. ഇപ്പോ അത് വളരെ വ്യക്തമായി അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ട ഒരു കാര്യമാണെന്നും നമ്മുടെ ജീവിതം അള്ളാഹുവിനെ സമർപ്പിക്കേണ്ട സംഗതിയാണ് അതിന്റെ അന്തസത്ത എന്നുള്ളത് ഈ ക്ലാസ്സിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സുഹൈൽ സാഹിബ് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു. ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്, കേരള ഹൗസിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിബാത്തുള്ള എന്ന അർത്ഥത്തിലുള്ള ക്ലാസ്സുകൾ കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്രയും മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുക, അതുപോലെ അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി ഉള്ള ആ ഒരു പാശം മുറുകെ പിടിക്കുക എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. പക്ഷെ ഈ അള്ളാഹുവിന്റെ വർണ്ണം ഇത്രയും മനോഹരമായി, ഇത്രയും നന്നായി, അതായത് നിരവധി ആയത്തുകളിലൂടെ, അതുപോലെ തന്നെ ഉദാഹരണങ്ങളിലൂടെ, അതുപോലെ സ്ലൈഡുകളിലൂടെ ഇത്രയും മനോഹരമായി മനസ്സിലാക്കി തന്ന ഒരു ക്ലാസ് ആണ്. വളരെ ഉപകാരപ്രദമാണ്. ഇത് വീണ്ടും തുടരണമെന്നും ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളെ പൊതുവെ അറിയാൻ ആഗ്രഹമുള്ള ഒരാളാണ് എന്നുള്ള നിലയിലും ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമായി മനസ്സിലാക്കുന്നു. ഈ അള്ളാഹുവിന്റെ ഈ സിബത്തുള്ള ഏത് വിധത്തിലാണോ നമ്മുടെ ഹൃദയത്തിൽ ആന്തരികമായി നമ്മൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു അവസ്ഥയിൽ തന്നെ അള്ളാഹു നമുക്കത് ഹൃദയത്തെ ആ നിലക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്നും ആ ഒരു രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഖുർആൻ ആൻഡ് സയൻസ് ഗ്രൂപ്പിന്റെ അൽബയ്യന ഗ്രൂപ്പിലുണ്ടായിരുന്ന വിദ്യാർത്ഥിയായിരുന്നു. അന്ന് തന്നെ ഖുർആനിലെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളും അതുപോലെ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ വളരെ നല്ല ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സുകളായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ ഈ നിറങ്ങൾ, അൽവാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഖുർആനുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ ഇനിയും കൂടുതൽ ഖുർആന്റെ ആഴങ്ങളിലേക്ക് എത്തിച്ചേരാനുണ്ട് എന്നുള്ളൊരു ഇതാണ് അനുഭവമാണ് ഇപ്പൊ മനസ്സിൽ ഉള്ളത്. അല്ലാഹു തആല കൂടുതൽ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. എൻ്റെ പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഞാനൊരു കൗതുകത്തോടു കൂടിയാണ് ഇത് ജോയിൻ ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ കുറച്ച് സമയം ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇനി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ കൂടുതൽ പറയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഞാൻ ഏതായാലും ഇതില് വളരെ കൗതുകത്തോടു കൂടി തന്നെ കേട്ടു. ഇത് അറിയണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ചേർന്നു. ഏകദേശം ഉറങ്ങേണ്ട സമയം 1.25 മണിക്കൂർ വൈകി. എന്നാലും ഞാൻ വളരെ താല്പര്യത്തോടെ ഇരുന്നു. അള്ളാഹു ഇതില് എന്ന് നിലനിർത്തി എന്നെ ഇതിൻ്റെ ഭാഗമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ടീമിലെ ബാക്കിയുള്ളവർക്ക് ഇതിലേക്ക് ഇന്നും ജോയിൻ ചെയ്തിട്ട് പോലും എത്താത്ത നമ്മുടെ ഇന്ന് ജോയിൻ ചെയ്തതിന്റെ 4 ആളുകൾ പുറത്തുണ്ട്. അപ്പൊ അവർക്കും ഇന്നത്തെ സെഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്ന് മാത്രമായിരിക്കും മനസ്സിലാകുക. അതായിരിക്കും അവരെ ഈ ഒരു സെഷനിലേക്ക് അടുത്ത തവണ എത്തിക്കുക. അപ്പൊ അർത്ഥത്തിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഇത്രയും മാത്രമാണ്. നിങ്ങൾ മാക്സിമം അടുത്ത സെഷന്റെയും ഡീറ്റെയിൽസുകൾ ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.